നടക്കണമെന്ന് ആഗ്രഹിച്ചൊരു സാധനത്തിൻ്റെ ഒരു പകുതി അംശമാണ് ഇവിടെ കഴിയുന്നത്. ഭയങ്കര സന്തോഷം. അപ്പൊ എതിച്ചേട്ടൻ ഇങ്ങനെ അങ്ങോട്ട് നിർത്തിയെന്ന് പറഞ്ഞാൽ പരിപാടി ഡൗൺ ആയി പോയില്ലേ? എല്ലാവർക്കും അറിയാം എതിച്ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടുന്നു. അപ്പൊ പിന്നെ അതിലെല്ലാം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെഡി അല്ലേ? എൻ്റെ മക്കളല്ലേ എൻഗേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടമാണ്. അതിപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരുടെ അനുഗ്രഹമുണ്ട്. ഇനിയും അനുഗ്രഹം ചിലപ്പോൾ എനിക്ക് സങ്കടം വന്നു പോകും. ഞാൻ നല്ല മോൻ്റെ കൊടുക്കുക. വളരെ സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. വെറുതെ ഇല്ല എന്താ പറയുക. താങ്ക് യു. സത്യം പറഞ്ഞാൽ ഇവരെക്കാട്ടിലൊക്കെ കോൺഫിഡൻസ് ആയിരുന്നു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ഇവർക്കെല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻസ് അല്ല, നേരെ മാറിപ്പോയി. സോറി, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്, ഇവർക്ക് ആർക്കും ഒരു കോൺഫിഡൻസും ഇല്ല. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇല്ല. ഇപ്പം നമ്മളിനിയിപ്പോൾ എന്ത് കുളമായാലും നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ നന്നായിട്ട് നടത്തുക നമ്മൾ തീരുമാനിച്ചെടുത്തത്. അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിരിക്കും അല്ലേ കുഞ്ഞ്? നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ അപാകതകൾ നന്നായിട്ടുണ്ട്, എന്നാലും നമ്മൾ ഹാപ്പിയാണ്. കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നടന്നതിൽ ഹാപ്പിയാണ്. എല്ലാവരും കുറച്ചെങ്കിലുമൊക്കെ സഹിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നീ അടുത്ത അച്ഛൻ്റെ കയ്യിലോട്ട് മൈക്ക് കൊടുക്കാം. അടുത്ത അച്ഛൻ എന്താ പറയാനുള്ളതെന്ന് നോക്കാം. നമ്മുടെ എൻഗേജ്മെൻറ്റിനെ പറ്റി 2 വാക്ക്. എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അവരുടെ സന്തോഷത്തിന് നമുക്ക് എല്ലാവർക്കും പങ്കാളിയാകാം. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എല്ലാവരും. അല്ലാതെ പറയാം. എല്ലാവരും ഹാപ്പി ആയില്ലേ? ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എൻജോയ് ചെയ്യും. അമ്മമാര് പൊതുവെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു മൈക്ക് കൊടുത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ചെയ്യും. നമ്മുടെ ഈ ഒരു ഹോളില് നമ്മുടെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നമ്മുടെ A to Z കാര്യങ്ങൾ അറിയാവുന്ന കുറച്ച് പേര്. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ലോകം മൊത്തം അറിയാം, എന്നാൽ പോലും
കുറച്ചുകൂടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ മനസ്സിലാകുന്ന കുറേ പേരാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും ചെറിയ പേര് വിളിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം നമ്മൾ സന്തോഷിക്കുന്നത് നമ്മൾ ഇച്ചിരിയെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവർ കാണുമ്പോഴാണല്ലോ അതൊരു അല്ലേ ഏറ്റവും നല്ലൊരു ഇതായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഞാൻ എൻജോയ് ചെയ്ത പോലെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ നമ്മുടെ A-to-Z കാര്യത്തിന് എൻ്റെ ഫ്രണ്ട്സ് ആട്ടെ അവൻ്റെ ഫ്രണ്ട്സ് ആട്ടെ ഞങ്ങളുടെ ജേണിയിൽ നമ്മുടെ ഫാമിലിയെ പോലെ തന്നെ അവർക്ക് നല്ലൊരു പങ്കുണ്ട്. കാര്യം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അവർക്കറിയാം. ഞങ്ങളുടെ വീട്ടുകാർക്ക് അറിയാത്ത കാര്യങ്ങൾ പോലും ചിലപ്പം ഫ്രണ്ട്സിന് അറിയാം. അവൻ്റെ കൂട്ടുകാരാണെങ്കിലും എൻ്റെ കൂട്ടുകാരാണെങ്കിലും ഇപ്പം ഈ കാണുന്ന ഡാൻസ് ഒന്നും ഒരു ദിവസം കൊണ്ടൊന്നും പഠിച്ചതല്ല. അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി വിളിച്ച് എന്നിട്ട് തലേദിവസം എന്നിട്ട് തെറ്റിച്ചു, അത് സ്വാഭാവികം, അതെല്ലാവർക്കും പറ്റുന്നതായിരിക്കുമല്ലോ. അപ്പം അതേപോലെ പക്ഷേ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിനകത്തുനിന്ന് 2-3 പേരെ കൊണ്ട് എന്തെങ്കിലും ഞങ്ങളുടെ ഈ ഒരു മൊമെൻ്റ് കാണുന്ന സമയത്ത് എന്തായിരിക്കും അവർക്ക് ഹാപ്പിയാണെന്നറിയാം. എന്നാലും എന്താണ് അവരുടെ ഒരു ഇതെന്ന് നമുക്ക് ചോദിക്കാം. അഖിലെ വിളിക്കാം. എനിക്ക് ഊഹിക്കാമല്ലോ. ഏറ്റവും എല്ലാവർക്കും ഭയങ്കര ഞാൻ ഇതുവരെ ഞാൻ അവിടെ നിന്ന് വരെ പറഞ്ഞു ഞാൻ കരയത്തില്ല, വേണമെങ്കിൽ അഭിനയിക്കാൻ തോന്നുന്നു. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നപ്പോഴേ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. നമുക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം. അവള് കരയുന്നു. സോനാപ്പി വഴി ഞാൻ കുഞ്ഞേനെ ഞങ്ങളുടെ കോളേജ് ലൈഫ് വെച്ച് കാണാൻ തുടങ്ങിയതാണ്. ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഒരു 1 year ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ആ സമയത്ത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഫോൺ കോളിലൂടെ തന്നെ ഞാൻ കുഞ്ഞെടുത്ത് കുറേ സംസാരിച്ചു. കാരണം അവൾ ബളു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ ആലോചിച്ച് ദൈവമേ കൊച്ചു കൊള്ളാമല്ലോ. എന്നിട്ടാണെങ്കിൽ ഞങ്ങൾ കോളേജിൽ വന്നപ്പോഴത്തേക്ക് വൈബ് മാറിയില്ല. സെയിം വൈബിൽ ഞങ്ങളാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങളൊരു 6 പേരുണ്ടായി. എല്ലാ അലമ്പിനും കോളേജിൽ ഒരുമിച്ചുണ്ടായി. എന്ത് ബാഡ് സിറ്റുവേഷൻ വന്നാലും അതേപോലെ ഒറ്റക്കെട്ടായിട്ട് കൂടെ ആയിരുന്നു. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുഞ്ഞ് നമുക്കാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവാണ്. എല്ലാവർക്കും അറിയാം, ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അവൾ ചെറിയൊരു കാര്യം വന്നാൽ തന്നെ കരയും. പക്ഷെ ഞങ്ങൾ അവളെ ഇങ്ങനെ ഇരുത്തി ഓരോന്ന് പറഞ്ഞ് ഓക്കെ ആക്കി എടുത്ത് അത് ഭയങ്കര വലിയൊരു പ്രോസസ്സാണ്. എന്നിട്ട് ഇവൾ കടന്നു പോയിട്ടുള്ള കുറേ ബാഡ് സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ അവൾ ഇത്രയും ഞാനാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞിനെ കാണുന്ന സമയത്ത് കുഞ്ഞ് ഭയങ്കര മെച്ചുവേർഡായിട്ട് സംസാരിക്കും. പണ്ടൊക്കെ ഇങ്ങനെ എല്ലാത്തിനും എനിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചാണ്. പെട്ടെന്ന് ഇങ്ങനെ മെച്ചുവേർഡായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഡൈജസ്റ്റ് ആവത്തില്ല. ദൈവമേ ഇതിൻ്റെ കുഞ്ഞ് തന്നെ ആണോ ഞാൻ തന്നെ. ഫ്രണ്ട്സിനാണ് അറിയാവുന്നത്. കുറേ എണ്ണം അവിടെ ലാവണ്ടർ കളർ ഇട്ട് കുറേ എണ്ണം നിൽപ്പുണ്ട്, അല്ലാണ്ട് ഒക്കെ നിൽപ്പുണ്ട്. എനിക്കങ്ങനെ ഒറ്റ ഒരുത്തനായിട്ടൊന്നും വിളിക്കാൻ പറ്റത്തില്ല. എല്ലാവന്മാരായിട്ടും വിളിക്കേണ്ടി വരും. എല്ലാവർക്കും എൻ്റെ A-to-Z കാര്യങ്ങൾ അറിയാവുന്ന. നമുക്ക് എടാ വാടാ, എല്ലാവരും വാടാ. നിങ്ങളതിനെ പഠിച്ചിരിക്കുന്നവാ. എടാ എന്നെ പറ്റി 2 വാക്ക് നിങ്ങളെല്ലാവരും നിങ്ങൾ തന്നെ ആലോചിച്ച് പറ. എന്നെ പറ്റി എന്താ പറയാനാണ്, എല്ലാവർക്കും അറിയാലോ എല്ലാ കാര്യം. ഇവനെ കുറിച്ച് പറയുവാണെങ്കിൽ സൽസ്വഭാവിയാണ് തോന്നുന്നു എന്ന് ഉറപ്പൊന്നുമില്ല. നടക്കണമെന്ന് ആഗ്രഹിച്ചൊരു സാധനത്തിൻ്റെ ഒരു പകുതി അംശമാണ് ഇവിടെ കഴിയുന്നത്. ഭയങ്കര സന്തോഷം. വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതല്ല. ഞാൻ ഇതിനകത്ത് ഓരോരുത്തരും എടുത്തു പറയാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും എടുത്തു പറയേണ്ടതായിട്ട് വരും. കാര്യം എല്ലാവരും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ചിറ്റിയാട്ട് അപ്പച്ചിമാരാകട്ടെ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും എടുത്ത് പറയുന്നില്ല. എൻ്റെ ക്ഷണപ്രകാരം മഴവിൽ മനോരമയെന്നും കുറേ പേര് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചിട്ടില്ല കേട്ടോ, വെറുതെ പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ താങ്ക് യു സോ മച്ച്. എൻ്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ട്, 10 തൊട്ട് പഠിച്ച കൂട്ടുകാരുണ്ട്. എൻ്റെ ലോകമാണിത് മൊത്തം. അവരെല്ലാവരും ഉണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്കപ്പം എൻഗേജ്മെൻറ്റിലോട്ട് റിംഗ് എക്സ്ചേഞ്ചിലോട്ട് കടക്കാം. 4-ാം തീയതി, അതായത് 30/8/2026 ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഉത്രട്ടാതി നക്ഷത്രവും കൃഷ്ണപക്ഷവും പക്കവും കൂടി ചേർന്നതായ ദിവസം പകൽ 11:35-നും 12-നും മധ്യയുള്ള അഭിജിത്ത മുഹൂർത്തത്തിൽ വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. അത് അച്ഛന് വായിക്കാൻ അറിയാത്തോണ്ടല്ല കേട്ടോ, അതിങ്ങനെ കൂട്ടക്ഷരം പോലെ മലയാളത്തിൽ എഴുതിയേക്കും. അതുകൊണ്ടാട്ടോ വായിക്കാൻ പറ്റും.